നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ കോശങ്ങളിലും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജീവിതത്തിൽ ശരിക്കും എന്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം, എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഫൗണ്ടേഷനിൽ നിന്നാണ് എപ്പോഴും ബിൽഡിംഗ് നിർമ്മിക്കുന്നത്. ഫൗണ്ടേഷൻ, അടിസ്ഥാനം, ബേസ് അത് ഒന്ന് തന്നെയാവും. അപ്പോൾ നമ്മുടെ ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കൂടുതൽ ആ ഏകത്വത്തിലേക്ക് ആണ് നമ്മളെ നയിക്കേണ്ടത്. സെപ്പറേഷൻ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനിൽ നിന്നും ദൂരെ പോകണം, യഥാർത്ഥ ശാസ്ത്രത്തിൽ നിന്നും ദൂരെ പോകണം. ധർമ്മം എന്ന് പറയും, എല്ലാത്തിനും നിലനിർത്തുന്ന ബേസ്, അതാണ് ധർമ്മം. ധർമ്മത്തെ ഫോളോ ചെയ്യുന്നവനെ ധർമ്മം സഹായിക്കുന്നു. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന ഒരു സൂത്രമുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഫോളോ ചെയ്യുന്നത്. സയൻറ്റിഫിക്കായിട്ടുള്ള ഡിസ്കഷൻസാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ എങ്ങനെയാണ് മനസ്സിലാവുക? യോജിപ്പുണ്ടാവും. അതിപ്പോൾ റിലിജ്യൻ ആയാലും സയൻസ് ആയാലും സ്പിരിച്വാലിറ്റി ആയാലും ഒരു യൂണിഫിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ശാസ്ത്രമാവുള്ളൂ. സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രമല്ല. പല സ്പിരിച്വൽ ലിറ്ററേച്ചേഴ്സിൽ നമുക്ക് വേദങ്ങളുണ്ട്, ബൈബിളുണ്ട്, ഖുറാനുണ്ട്, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ചാൾസ് ഡാർവിൻ, മെൻഡൽ, ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, ഒരുപാട് ശാസ്ത്രജ്ഞർ പല മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഏതെല്ലാം മേഖലയായാലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവസാനം ഗോള് ഒന്ന് തന്നെയാണ്. ഒന്ന് അങ്ങനെ ഏകീകരിക്കുന്നത്, അതുകൊണ്ട് ഫിലോസഫി എന്ന് യോജിപ്പിക്കുകയാണ് എല്ലാം. അപ്പോൾ യോജിപ്പ് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ശാസ്ത്രമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ചാലിജി മഹാരാജ് സ്പെഷ്യലൈസേഷൻ ഇസ് എ ബെയിൻ ഓഫ് സിവിലൈസേഷൻ എന്ന്. സ്പെഷ്യലൈസേഷൻ നല്ലതാണ്. നമ്മളൊരു ശരീരം ട്രീറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ആ ശരീരം ട്രീറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജീവൻ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് മൂവ് ചെയ്യാൻ, ഇനിയും വർക്ക് ചെയ്യേണ്ട, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരാളുടെ കൈ ആംപ്യൂട്ടേറ്റ് ചെയ്ത് കളയുന്നു, കാല് ആംപ്യൂട്ടേറ്റ് ചെയ്ത് തരുന്നു, ജീവനും രക്ഷിക്കാനായിട്ട്. കണ്ണ് ചിലപ്പോൾ എടുത്ത് കളയും. അപ്പോൾ കണ്ണിനേക്കാളും ഇമ്പോർട്ടൻ്റാണ് ജീവൻ. കൈനേക്കാളും ഇമ്പോർട്ടൻ്റാണ് ജീവൻ.
കൈയും കാലൊക്കെ പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ, തല പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റാത്തത്, കാരണം ബ്രെയിൻ അവിടെയാണ്. അപ്പോൾ എല്ലാ പാർട്സിനെയും നമ്മൾ ട്രീറ്റ് ചെയ്തത്, ഇപ്പോൾ സ്ട്രോക്ക് ട്രീറ്റ് ചെയ്യുന്നതിനാണ് അയാൾ നോർമലായിട്ട് പിന്നെയും ജീവിക്കാറുണ്ട്, ചിലപ്പോൾ പാരലൈസ്ഡ് ആയിരിക്കും, പിന്നെയും അയാൾ കണ്ടിന്യൂ ചെയ്യുന്നത്, അയാൾക്ക് ഇനിയും ഈ ലൈഫിൽ പ്രവൃത്തികൾ ചെയ്യാൻ. അപ്പോൾ ലൈഫിനാണ് പ്രാധാന്യം, അതാണ് യൂണിഫിക്കേഷൻ ഫാക്ടർ. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടൊരു ലൈഫ്, അതിനാണ് പ്രാധാന്യം. ബാക്കി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് യോജിച്ചതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ സെപ്പറേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സ്ട്രക്ചറിൽ വിഘടനം, ബ്രേക്കിംഗ് കൊണ്ടുവരുന്ന നമ്മൾ ഫോളോ ചെയ്യുന്ന ശാസ്ത്രമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ചർച്ചകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്നുള്ള ഫലങ്ങൾ സമാധാനം നൽകുന്നുണ്ട്, മനുഷ്യന് സമാധാനം നൽകുന്നുണ്ട്, മനുഷ്യന് സ്നേഹത്തിൽ ഉയർത്താൻ സഹായിക്കുന്നുണ്ട്, എങ്കിലത് ശാസ്ത്രീയമാണ്. അല്ലെങ്കിൽ അത് ശാസ്ത്രീയമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓപ്പറേഷൻ സക്സസ്ഫുൾ ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ് എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്, പക്ഷേ ജീവനില്ല. ഇപ്പോഴത്തെ പല സിദ്ധാന്തങ്ങളും അങ്ങനെയാണ്. എല്ലായിടത്തും പാർപ്പിടം, വീട്, ഡ്രസ്സ്, ഭക്ഷണമൊക്കെ കൊടുക്കണം, പക്ഷേ അയാളുടെ ജീവന്, അയാളുടെ ക്രിയേറ്റീവ് വാസനകൾക്ക് എന്ത് ചെയ്യുന്നു? അയാൾക്ക് ഇവിടെ ജീവിക്കാനെന്ന് തോന്നുന്നുണ്ടോ? ബിലോങ്ങിങ്നെസ് ഉണ്ടോ? അത് ചിന്തിക്കുന്നില്ല. അപ്പോൾ ചില ആൾക്കാരെ മാറ്റി നിർത്തി കൊന്നു കളഞ്ഞാലും ലോകത്തിന് നന്മ വരും എന്നൊരു ചിന്തയാണ്. എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ഹിംസ വരുത്തും, മറ്റൊരു നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ ടോട്ടലായിട്ട് അഹിംസ ഇമ്പോസിബിളാണ് എന്ന് മഹാത്മാഗാന്ധിജി പറയുന്നുണ്ട്. പക്ഷേ അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മുടെ ഉള്ളിൽ നിലനിർത്തിയിട്ട്, പൂർണ്ണമായിട്ട് സ്നേഹം നിലനിർത്തിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കർമ്മങ്ങളുടെ ഫലം സ്നേഹത്തിലേക്ക് ഉയർത്തും. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എക്സാമ്പിൾ എടുത്താൽ അറിയാം. ഭഗവാൻ ഒരുപാട് ആൾക്കാരെ നിഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്തു, ഇവിടെ സമാധാനം കൊണ്ടുവരികയാണ് ചെയ്തു. ഭഗവാൻ ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചു, സമാധാനമാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹിംസ ആയിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഉള്ളിൽ അടിസ്ഥാനത്തിലുള്ളത് സെൽഫിഷ്നെസ്സാണ്, സ്നേഹമല്ല, ഇൻറ്റൻഷൻ സ്നേഹമല്ല. ഇപ്പോൾ മഹാത്മാഗാന്ധിജി പറഞ്ഞു ഒപ്രസറും ഒപ്രസ്ഡും രണ്ടുപേരും ശരിക്കും വിഷമിക്കാന്നാണ് ഇവിടെ. ഒപ്രസർ ചെയ്യുന്ന കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ ഒപ്രസ്ഡ് ഒരാൾ അടിച്ചമർത്ത് നോക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്? നമ്മൾ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം സ്നേഹമായിരിക്കും. ഒരു പാലം നിർമ്മിക്കുകയാണ്, അതിൻ്റെ അടിയിൽ സ്നേഹമായിരിക്കും. ഇത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാനാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ എത്രയും കുറവ് നമ്മൾ ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത്രയും നമുക്ക് ചെയ്യാൻ സാധിക്കും. നേച്ചർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് റോഡുകൾ ഉണ്ടാക്കും, നേച്ചർ ഫ്രണ്ട്ലിയാണ്. എത്ര മരങ്ങൾ നശിപ്പിച്ചാണ് റോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ എന്തൊരു ചൂടനുഭവിക്കുന്നത്, കാരണം നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. ഒരു നാച്ചുറലായിട്ടൊരു പ്രോസസ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒരു ഫ്ലോ ഉണ്ടാവും, എല്ലാവരും അതിനോട് യോജിച്ചു പോകും. മരങ്ങളും മൃഗങ്ങളും ചെടികളൊക്കെ യോജിച്ചു പോകും. ഇങ്ങനെ ഒരു സ്റ്റേറ്റിലേക്കാണ് ശരിക്കും മനുഷ്യരാശി നീങ്ങേണ്ടത്. അതാണ് ലോകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മൂവ്മെൻറ്റ്. നമ്മൾ അവിടെയും ഇവിടെയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ശരിക്കും അത് ശാസ്ത്രീയമായിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മറുവശം അതൊരു പ്രശ്നമായിട്ട് മാറും. കാരണം നമ്മുടെ ഇൻറ്റൻഷൻസിൽ സെൽഫിഷ്നെസ് ഉണ്ട്. അപ്പോൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ്ലെസ്നെസ്, നിസ്വാർത്ഥത എന്നുള്ളൊരു പദം കടന്നു വരുന്നു. നിസ്വാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ ഓരോരുത്തരും ഇവോൾവ് ചെയ്യുള്ളൂ. ആ എവല്യൂഷനിൽ മാത്രമേ ലോകത്തിന് നന്മയുള്ളൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ഇൻഡിവിജ്വലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രാധാന്യം നൽകുന്നത്. ആ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്മെൻറ്റിലൂടെ വരുന്ന ഒരു വളർച്ചയുണ്ട്, ഗ്രോത്തുണ്ട്. ആ ഗ്രോത്ത് എല്ലാവർക്കും നന്മ തരുന്നതാണ്. അപ്പോൾ ടെക്നോളജി നല്ലതാണ്, എല്ലാ തരത്തെ കണ്ടുപിടുത്തങ്ങളും നല്ലതാണ്, പക്ഷേ അത് ഇൻഡിവിജ്വലായിട്ടുള്ള എവല്യൂഷനെ സഹായിക്കുന്നു. അതാണ് മഹാത്മാഗാന്ധി ടാലിസ്മാൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് തന്നത്. ടാലിസ്മാൻ ടെസ്റ്റ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ കണ്ട ഏറ്റവും ദുഃഖം അനുഭവിച്ച വ്യക്തിക്ക് സമാധാനം കിട്ടുമോ? അയാൾക്ക് സ്വരാജ്യം ലഭിക്കുമോ? സ്വരാജ്യം എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിലുള്ള സാക്ഷാത്കാരം, അയാൾക്ക് ഉള്ളിലുള്ള ഫുൾ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ, ആക്ച്വലൈസേഷൻ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ആ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്. ഞാൻ വിളിച്ച് കുറേ ആൾക്കാർ ഗുണം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് മോശം വരുന്നുണ്ട്. അത് ശരിയല്ല.
അതുകൊണ്ട് സർവോദയം എന്ന് ഭഗവാൻ മഹാത്മാഗാന്ധി പറഞ്ഞു. എല്ലാവർക്കും, മെജോറിറ്റി ആൾക്കാർക്ക് നന്മ എന്നല്ല, എല്ലാവർക്കും ഉദയം വേണം, ഉയർച്ച വേണം. അതാണ് സർവോദയ സിദ്ധാന്തം എന്നാണ്. ഇതെല്ലാം ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.